മജ്ജ്മനികായ 39 മഹാ അസ്സപുര സൂത്ത. ഈ സൂത്തം ഭഗവാൻ അസ്സപുര എന്ന സ്ഥലത്തു നിന്ന് കൊടുത്തതാണ്. അതുകൊണ്ട് അതിന് മഹാ അസ്സപുര സൂത്ത എന്ന പേര് വന്നത്. ഒരു ഭിക്ഷു ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അഭ്യസിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലുണ്ട്. അതേപോലെ തന്നെ ഒരു സാധാരണ വ്യക്തി, മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏത് രീതിയിൽ അഭ്യസിക്കണം എന്നതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലുണ്ട്. അതിനാൽ അത്തരം ഭിക്ഷുക്കൾക്കും അത്തരം സാധകർക്കും ഈ വീഡിയോ ദയവ് ചെയ്ത് ഫോർവേഡ് ചെയ്യുക. കാരണം ഇന്ന് പല ഭിക്ഷുക്കൾക്കും ബുദ്ധൻ്റെ ശരിയായിട്ടുള്ള വചനം എന്താണ് എന്നറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ സ്വത്വത്തിൽ ഭഗവാൻ എന്താണ് ഒരു ഭിക്ഷുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഭിക്ഷുവിനും ഒരു സാധകനും വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ളൊരു സൂത്രമാണ് ഇത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ അങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അസ്സപുര എന്ന അങ്കയിലുള്ള ഒരു പട്ടണത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ജനങ്ങൾ നിങ്ങളെ ശ്രമണ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സമണ എന്നാണ് നിങ്ങൾക്ക് പേര് കൊടുത്തിട്ടുള്ളത്. സമണൻ എന്ന പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. സമണൻ എന്നത് പാലി വാക്കാണ്, ശ്രമണൻ എന്നത് സംസ്കൃത വാക്കാണ്. അതുകൂടാതെ ആ ജനങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? അപ്പോൾ നിങ്ങൾ പറയുന്നു, ഞങ്ങൾ സമണന്മാരാണ്. പണ്ട് ഭിക്ഷുക്കൾക്ക് ശ്രമണൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത്. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളെ ശ്രമണൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളും നിങ്ങൾ ശ്രമണൻ ആണ് എന്ന് അവകാശപ്പെടുന്നു. അതിനാൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം. ഞങ്ങളെ ശ്രമണന്മാരാക്കുന്ന, ബ്രാഹ്മണന്മാരാക്കുന്ന ആ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യും, ആ കാര്യങ്ങളെ ഞങ്ങൾ പിന്തുടരും. അത് കാരണം ഞങ്ങളുടെ ഈ പേര് അന്വർത്ഥമാകും, ആ പ്രസ്താവന ശരിയാകും. ഞങ്ങൾക്ക് ലഭിക്കുന്ന വസ്ത്രം, ഭിക്ഷാന്നം, താമസസ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ, അതെല്ലാം ആ തരുന്ന വ്യക്തിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളതായിട്ട് തീരും, ഫലവത്തായിട്ട് തീരും. അതായത് ഇതെല്ലാം കൊടുക്കുന്ന വ്യക്തിക്ക് വളരെയധികം പുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഞങ്ങളുടെ സന്യാസ ജീവിതം ഒരിക്കലും വ്യർത്ഥമാകില്ല. അത് വളരെ ഫലഭൂയിഷ്ടമാകും, അതുപോലെ തന്നെ ഫലവത്താകുകയും ചെയ്യും. ഭിക്ഷുക്കളെ, ഒരു വ്യക്തിയെ ശ്രമണൻ അല്ലെങ്കിൽ ബ്രാഹ്മണനാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം. ഹിരോത്തപ്പേന സമന്യാഗത ഭവിസാമീതി ഏവം ഹി വോ ഭിക്ഷവേ സിഖിതപ്പം. ഭിക്ഷുക്കളെ, നിങ്ങൾ ഹിരി, ഓത്തപ്പം ഇത് ഉള്ളവരായിരിക്കണം. എന്താണ് ഈ ഹിരി, എന്താണ് ഈ ഓത്തപ്പം? ഹിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ, അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ലജ്ജിക്കണം, അതാണ് പറയുന്നത് ഹിരി. അതൊരു ഗുണമാണ്, ഭിക്ഷുവിൻ്റെ ഗുണമാണ്. അതേപോലെ തന്നെ ഒത്തപ്പം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം നമ്മൾക്ക് ഒരുപാട് പാപമുണ്ടാകും എന്നുള്ള ആ ഭയം, അതിനെയാണ് ഓത്തപ്പം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഭിക്ഷു ഒരു ഭിക്ഷുണിയുടെ കൂടെ അധികം സമയം ചിലവഴിക്കരുത്. അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിന് ലജ്ജ വേണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഒരു ഭിക്ഷു നിയമങ്ങൾ തെറ്റിച്ചിട്ട് വ്യഭിചാരമോ അതേമാതിരി പ്രാണികളുടെ ഹിംസയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആ വ്യക്തിക്ക് ഈ ഭയം ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഞാൻ ഈ പ്രാണികളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം എനിക്ക് നരകത്തിൽ പോയി ജനിക്കേണ്ടി വരും എന്ന ഭയം ആ വ്യക്തിക്ക് ഉണ്ടാകണം. ഇത് രണ്ടും ഒരു ഭിക്ഷുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കരുതുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഹിരി, ഓത്തപ്പം രണ്ടുമുണ്ട്, ഇത് വളരെ പര്യാപ്തമാണ്, ഞങ്ങൾ ശ്രമണൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി, ഇനി ചെയ്യാൻ ഒന്നും തന്നെ ബാക്കിയില്ല. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് മാത്രം തൃപ്തരായിട്ട് തീരും. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രസ്താവന ചെയ്യുന്നു, സത്യമായിട്ടും ഒരു ശ്രമണൻ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ ശ്രമണ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ മറക്കരുത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇനി കൂടുതൽ ചെയ്യേണ്ടതുള്ളത്?
മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: പരിശുദ്ധോ നോ കായസമാചാരോ ഭവിസ്സതി. ഞങ്ങളുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം അത് പരിശുദ്ധമായിരിക്കും, ക്ലിയറായിരിക്കും, തുറന്നതായിരിക്കും, ധർമ്മവിനയത്തിന് എതിരാകില്ല, ഒരിക്കലും രഹസ്യമായിട്ട് ഒന്നും ചെയ്യില്ല. ഇവിടെ കായസമാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം. അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ശരീരം കൊണ്ട് പ്രാണികളെ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, തെറ്റായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അത് അകത്തും പുറത്തും ഒരേപോലെ തന്നെ ആയിരിക്കണം. രഹസ്യമായിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരം കൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ, പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. എന്നാൽ പരിശുദ്ധമായിട്ടുള്ള ആ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ട് നിങ്ങളെ സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യരുത്. അതായത് മറ്റുള്ളവരുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം ശരിയല്ല എങ്കിൽ നിങ്ങൾ അവരെ നിന്ദിക്കരുത്. നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം ശരിയാണ്, അപ്പോൾ നിങ്ങൾ സ്വയം പുകഴ്ത്തുകയും അരുത്. അപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും: ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം പരിശുദ്ധമാണ്. ഇത് ധാരാളമായി. ഇനി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നതാണ്. അതിന് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത്. അതിനാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളോട് ഈ പ്രസ്താവന ചെയ്യുന്നു: നിങ്ങൾ സത്യമായിട്ടും ഒരു ശ്രമണൻ ആകാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ ശ്രമണൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ മറക്കരുത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്ത് കാര്യമാണ് കൂടുതൽ ചെയ്യാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: ഞങ്ങളുടെ വചീ സമാചാരം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാക്കുകൊണ്ടുള്ള പെരുമാറ്റം അത് പരിശുദ്ധമായിരിക്കണം, ക്ലിയറായിരിക്കണം, തുറന്നതായിരിക്കണം, ധർമ്മവിനയങ്ങൾക്ക് എതിരാകാൻ പാടില്ല. അതുകൂടാതെ രഹസ്യമായിട്ട് ഒന്നും ചെയ്യാനും പാടില്ല. ഇവിടെ വചീ സമാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാക്കുകൾ കൊണ്ടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്? നമ്മൾ ഒരിക്കലും നുണ പറയരുത്, കടുവചനം പറയരുത്, ഏഷണി പറയരുത്, മിഥ്യാഭാഷണം ചെയ്യരുത്. അതുകൂടാതെ വാക്കുകൊണ്ടുള്ള മറ്റൊരു തരത്തിലുമുള്ള പാപകാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ കായകർമ്മം ശുദ്ധമാണ്, വാണിയുടെ കർമ്മം ശുദ്ധമാണ്, ഇത്രമാത്രം മതി എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ അരുത്. വീണ്ടും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വാണിയുടെ കർമ്മം ശരിയാണെങ്കിൽ അതിനാൽ നിങ്ങളെ സ്വയം പുകഴ്ത്തരുത്, മറ്റുള്ളവരെ തരം താഴ്ത്തരുത്, നിന്ദിച്ച് സംസാരിക്കരുത്. ശ്രമണൻ്റെ ലക്ഷ്യത്തിന് ഇനിയും നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? പരിശുദ്ധോ നോ മനോസമാചാരോ. നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള പ്രവൃത്തികൾ അതും പരിശുദ്ധമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, ധർമ്മവിനയത്തിന് യോജിച്ചതായിരിക്കണം, രഹസ്യമായിട്ട് ഒന്നും പാടില്ല. അതായത് നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഹിംസാതരമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ പാപചിന്തകളോ അകുശല ചിന്തകളോ ഒരിക്കലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ അകറ്റണം എന്നാണ് പറയുന്നത്. എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണമായി എന്ന് വിചാരിക്കരുത്. അതുമൂലം സ്വയം പുകഴ്ത്തരുത്, മറ്റവരെ നിന്ദിക്കരുത്. ശ്രമണൻ്റെ ജീവിതത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്താണ്? പരിശുദ്ധോ നോ ആജീവോ. നിങ്ങളുടെ ആജീവിക അത് പരിശുദ്ധമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, തുറന്നതായിരിക്കണം, ധർമ്മവിനയത്തിന് ഓപ്പോസിറ്റ് ആകാൻ പാടില്ല, രഹസ്യമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ആജീവിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു വ്യക്തി അവന് ധനം സമ്പാദിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം അവൻ്റെ കുടുംബം പോറ്റാനും സ്വയം കഴിയാനും ധനം ആവശ്യമുണ്ട്. അതിന് അവൻ എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടണം. അതിനെയാണ് ആജീവിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭിക്ഷുവിനും ആജീവിക ഉണ്ട്. ഭിക്ഷുവിന് താമസിക്കാൻ സ്ഥലം വേണം, ഭക്ഷണം വേണം. അതാണ് ആ ഭിക്ഷുവിൻ്റെ ആജീവിക. അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇനി ആജീവിക ശരിയാണെങ്കിൽ അതുമൂലം നമ്മൾ സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങളിങ്ങനെ വിചാരിക്കും, ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ കായകർമ്മം ശുദ്ധമാണ്, വാണീകർമ്മം ശുദ്ധമാണ്, മനോകർമ്മം ശുദ്ധമാണ്, ഞങ്ങളുടെ ആജീവികയും ശുദ്ധമാണ്. ഇത്രയുമൊക്കെ ധാരാളമായി. ശ്രമണ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ഞങ്ങൾ നേടി, ഇനി ചെയ്യാൻ ഒന്നുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് മാത്രം നിങ്ങൾ ചിലപ്പോൾ തൃപ്തരായി ഇരുന്നു എന്ന് വരാം. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു, ഞാൻ നിങ്ങളോട് പ്രഖ്യാപനം നടത്തുന്നു,
നിങ്ങൾ സത്യമായിട്ടും ശ്രമണന്മാരാകാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ശ്രമണ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ അവഗണിക്കരുത്. ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഈ കാര്യത്തിൽ നമുക്കൊരു കാര്യം വളരെ സ്പഷ്ടമാകും. സാധാരണ മറ്റു ധർമ്മങ്ങളിലുള്ള പോലെയല്ല ഭഗവാന്റെ ധർമ്മം. ഇവിടെ ശീലങ്ങൾ തന്നെ ഭിക്ഷുക്കൾക്ക് 200 ചില്ലറ ശീലങ്ങളുണ്ട്. അതേപോലെ തന്നെ ഭിക്ഷുണികൾക്ക് 300-ൽ കൂടുതൽ ശീലങ്ങളുണ്ട്. അതുകൂടാതെ അവർക്ക് മുക്തി ലഭിക്കാൻ ഇത്രയധികം പരിശുദ്ധ ജീവിതം അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് മറ്റൊരു ധർമ്മത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധധർമ്മത്തിൽ അല്ലെങ്കിൽ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ ഇത്രയധികം വിശ്വാസം ഉള്ളത്. ഇനി എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? ഇന്ദ്രിയേസു ഗുപ്തദ്വാര ഭവിസ്സാമ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും, സംവരണം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ അഭ്യസിക്കണം. അതായത് ഇത്ര നേരം ഭഗവാൻ ശീലങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഇന്ദ്രിയങ്ങളുടെ സംവരണമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്. ചക്കുണ രൂപം ദിസ്വ ന നിമിത്തഗാഹി നാനുഭ്യഞ്ജനഗാഹി. നമ്മളുടെ കണ്ണുകൊണ്ട് ഒരു രൂപം കാണുന്ന സമയത്ത് അതിനെ ഗ്രഹിക്കുന്നില്ല, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. സാധാരണയായിട്ട് നമ്മൾ ഒരു രൂപം, അതായത് പുറത്ത് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഈ വ്യക്തി ആണാണോ പെണ്ണാണോ, സുന്ദരനാണോ സുന്ദരിയാണോ, പിന്നെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും എങ്ങനെയാണ്, ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളുടെ ചിന്ത സാധാരണയായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ന നിമിത്തഗാഹി നാനുഭഞ്ജനഗാഹി. ആ നിമിത്തത്തെ നിങ്ങൾ ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണാൻ പാടില്ല. TV, അതേപോലെ തന്നെ പത്രം, ഇവയൊന്നും നമ്മൾ വായിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഇതെല്ലാം നമ്മൾ കാണുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ചെല്ലുന്നതാണ്. കാരണം അതിനെപ്പറ്റിയായിരിക്കും പിന്നെ നമ്മുടെ ചിന്ത. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ, കണ്ണ് എന്ന ഇന്ദ്രിയത്തിൽ നിയന്ത്രണമില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അഭിജ്ഞ ദോമനസ് പാപക അകുശല ധമ്മ. അഭിജ്ഞ ദോമനസ്, അതായത് അഭിജ്ഞ എന്ന് പറയുന്ന സമയത്ത് അത് എൻ്റെയാണ് എന്നുള്ളൊരു തോന്നൽ, അതായത് ഈ കണ്ടത് കേട്ടത് എല്ലാം എൻ്റെയാണ് എന്ന തോന്നലിനെയാണ് അഭിജ്ഞ എന്ന് പറയുന്നത്. അതുകൂടാതെ ദോമനസം വരും, അതിനോട് ദുർമനസ് ഉണ്ടാകും. അതുകൂടാതെ പാപകങ്ങളും അകുശലങ്ങളുമായിട്ടുള്ള ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. കാരണം നമ്മൾ ആ കണ്ട രൂപത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇത് കാരണമാണ് നമ്മൾ ഇന്ദ്രിയ സംയമം ശീലിക്കുന്നത്. ചക്ഷു എന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംരക്ഷിക്കണം. അതുമൂലം നമ്മൾക്ക് ആ ഇന്ദ്രിയ സംയമം സാധ്യമാകും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിലും പറയാൻ പോകുന്നത്. അതായത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണൽ മാത്രം, അതിൽ കൂടുതൽ ചിന്ത പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോതേന സത്വം സുത്വ. നമ്മുടെ കാതിലൂടെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഗാണേന ഗന്ധം ഗായിത്വ. മൂക്കിൽ ഒരു മണം വരുന്ന സമയത്ത് ജിഹ്വായ രസം സായിത്വ. നാവിൽ രസം സ്പർശിക്കുന്ന സമയത്ത് കായേന ഫോഡഭം ഫുസിത്വ. ശരീരം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത് മനസ്സ ധമ്മം വിജ്ഞായ. മനസ്സിൽ ഒരു ധർമ്മം ഉണരുന്ന സമയത്ത് ന നിമിത്തഗാഹി നാനുഭഞ്ജനഗാഹി. ആ നിമിത്തത്തെ നമ്മൾ ഗ്രഹിക്കരുത്, അതിനെപ്പറ്റി ആലോചിക്കരുത്, കൂടുതൽ ചിന്തിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ നമ്മളെ സ്പർശിക്കുന്ന സമയത്ത് ന നിമിത്തഗാഹി നാനുഭഞ്ജനഗാഹി. ആ നിമിത്തത്തെ നമ്മൾ ഗ്രഹിക്കരുത്, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും? മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംവരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിദ്യ, ദോമനസം തുടങ്ങിയ അകുശല പാപക ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കും. അതിനോടുള്ള ആസക്തി, ദുർമനസ്, അതേപോലെ തന്നെ രാഗദ്വേഷ മോഹങ്ങൾ തുടങ്ങിയവ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കും. അത് അവിടെ വലുതാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയ സംവരണം പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ സംരക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇന്ദ്രിയ സംരക്ഷണം സാധ്യമാകും. ഇനി ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം: ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ കായകർമ്മം, വാണികർമ്മം, മനോകർമ്മം എല്ലാം പരിശുദ്ധമാണ്, ഞങ്ങളുടെ ആജീവിക ശുദ്ധമാണ്, ഞങ്ങൾക്ക് ഇന്ദ്രിയ സംവരം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ട്. ഇത് ധാരാളമായി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് മാത്രം പോരാ ഭിക്ഷുക്കളെ. അതുകൂടാതെ ഇതുമൂലം നിങ്ങൾ സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യരുത്. ശ്രമണൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്? ഭോജനെ മത്തന്യുനോ ഭവിസാമ.
അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭോജനത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കില്ല, അതുകൂടാതെ ഞങ്ങൾ ആ ഭക്ഷണത്തെപ്പറ്റി ശരിയായിട്ട് ചിന്തിച്ചതിന് ശേഷം, ആലോചിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ. അടുത്തതായിട്ട് ഭഗവാൻ പറയുന്നത് ഭക്ഷണത്തിൻ്റെ അളവിനെ ക്രമീകരിക്കാനാണ്. അതായത് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കം വരും, ക്ഷീണം വരും, പിന്നെ നമ്മൾക്ക് ധ്യാനം നടക്കില്ല. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ധാരാളം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മടിയായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ ഉറങ്ങുന്ന ഭിക്ഷു ഒരു കാരണവശാലും ധ്യാനത്തിൽ മുന്നേറുകയില്ല. അതുകൂടാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഒരു ഭിക്ഷു ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് എൻ്റെ ബ്രഹ്മചര്യ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ശരീരത്തെ ഭംഗിക്ക് വേണ്ടിയിട്ടോ അതിന് തടിപ്പിക്കാനോ കൊഴുപ്പിക്കാനോ അല്ല ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഒരു ഭിക്ഷു ഭക്ഷണം കഴിക്കാൻ. മിക്ക ഭിക്ഷുകളും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ പദ്യം ചൊല്ലാറുണ്ട്, ഈ ശ്ലോകം ചൊല്ലാറുണ്ട്. അതാണ് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. നേവദവായ ന മദായ ന മണ്ഡനായ ന വിഭൂഷണായ യാവദേവ ഇമസ്സ കായസ്സ ഠിതിയായാപനായ വിഹിംസു പരതീയ ബ്രഹ്മചര്യാനുഗ്രഹായ ഇതി പുരാണഞ്ച വേദനം പഠിഹങ്കാമ നവഞ്ച വേദനം ന ഉപ്പാദിസ്സാമ യാത്രാചനോ ഭവിസ്സതി അനവജ്ജത ച ഫാസുവിഹാരോ ചാതി ഏവം ഹി ഹോ ഭിക്കവേ സിഖിതബ്ബം. മിക്ക ഭിക്ഷുക്കളും ഈ കാര്യം പറഞ്ഞിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഞങ്ങൾ രസത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ആസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങളുടെ സൗന്ദര്യം കൂട്ടാനോ അല്ലെങ്കിൽ ശരീരത്തെ മോടി പിടിപ്പിക്കാനോ അല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്, ഇതിന് ഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, ബ്രഹ്മചര്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾ പഴയ വേദനകളെ ഇല്ലാതാക്കും, പുതിയ വേദനകൾ ഉണ്ടാകുന്നതിനെ തടയും. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് നിന്ദയില്ലാതെ ഞങ്ങൾ ജീവിക്കും. അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തെ ഭംഗി കൂട്ടാനോ തടിപ്പിക്കാനോ അല്ലെങ്കിൽ സൗന്ദര്യത്തിനോ ആയിട്ടല്ല, വെറും ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ബ്രഹ്മചര്യ ജീവിതത്തിനും വേണ്ടിയിട്ട് മാത്രമാണ്. ഞങ്ങളുടെ പഴയ വിശപ്പിനെ ഞങ്ങൾ ഇല്ലാതാക്കും. വിശപ്പ് ഇല്ലാതാക്കുന്ന സമയത്ത് നമ്മൾക്ക് ശരിയായിട്ട് രീതിയിൽ സാധന ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആരും ഞങ്ങളെ നിന്ദിക്കില്ല, ഞങ്ങൾക്ക് സമാധാനമായിട്ട് സാധന ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഭിക്ഷുക്കളെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും, ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ ശരീരം കൊണ്ടുള്ള പെരുമാറ്റം, വാണി കൊണ്ടുള്ള പെരുമാറ്റം, മനസ്സിൻ്റെ പെരുമാറ്റം എല്ലാം പരിശുദ്ധമാണ്, ഞങ്ങളുടെ ആജീവിക പരിശുദ്ധമാണ്, ഞങ്ങൾക്ക് ഇന്ദ്രിയ സംവരം ഉണ്ട്, ഞങ്ങൾ അളവനുസരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ധാരാളമായി എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇതുമൂലം നിങ്ങളെ സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യരുത്. ഒരു ഭിക്ഷുവിൻ്റെ ലക്ഷ്യം നേടാനായിട്ട് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ പറയുന്നു. എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്? ജാഗരീയം അനുയുക്ത ഭവിസ്സാമ. അതായത് ഞങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കും. ജാഗരൂകർ എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്ത് എന്താണ് നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള ജാഗ്രത. എന്തിനെ പറ്റിയുള്ള ജാഗ്രതയാണ് പറയുന്നത്? നമ്മുടെ മനസ്സിൽ 5 ശത്രുക്കൾ വരാറുണ്ട് ധ്യാനിക്കുന്ന സമയത്ത്. ഇതിനെയാണ് ആവരണം, നീവരണം, ശത്രു എന്നെല്ലാം പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കാമച്ഛന്തം അല്ലെങ്കിൽ ആസക്തി, എന്തെങ്കിലും കാര്യങ്ങളോടുള്ള ഇഷ്ടം, എനിക്ക് അത് വേണം ഇത് വേണം തുടങ്ങിയ ആസക്തി, അതിനെയാണ് കാമച്ഛന്തം എന്ന് പറയുക. പിന്നെ വരുന്നത് വ്യാപാദം, ദ്വേഷം. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ഓർമ്മ വരാം, അപ്പോൾ നമ്മൾക്ക് ദ്വേഷം വരാം. അടുത്തതായിട്ട് ഉദ്ദച്ച കുക്കുച്ചം, അതായത് ഇരിക്കപ്പുറത്തില്ലായ്മ. നമ്മൾ ധ്യാനിക്കാനിരിക്കുന്നു, പക്ഷേ ഒട്ടും തന്നെ മനസ്സവിടെ ഉറയ്ക്കുന്നില്ല. അടുത്തത് ധീനമിഥ, അതായത് ശരീരത്തിലും മനസ്സിലും ഭയങ്കര ആലസ്യം, നമ്മൾ ഇരുന്ന ഉടനെ ഉറക്കം തൂങ്ങാൻ തുടങ്ങും. അടുത്തത് വിചികിത്സ അല്ലെങ്കിൽ സംശയം, നമ്മൾക്ക് എല്ലാ കാര്യത്തിനെ പറ്റിയും സംശയം. മുക്തി മോക്ഷത്തെക്കുറിച്ച്, ബുദ്ധനെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, സംഘത്തെക്കുറിച്ച് എല്ലാം സംശയമുണ്ടാവും. ഈ 5 നീവരണങ്ങളെ പറ്റി നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതിനെ നമ്മൾ തിരിച്ചറിയണം, അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ 5 നീവരണങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് കാമച്ഛന്തം, വ്യാപാദം, ഉദ്ദച്ച കുക്കുച്ച, ധീനമിഥ, വിചികിത്സ ഇവയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: ഞങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കും,
അല്ലെങ്കിൽ ജാഗ്രത അഭ്യസിക്കുന്നവരായിരിക്കും. ദിവസം ചങ്കമേന നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധിസാമ. ദിനത്തിൽ ദിവസം ചങ്കമേന, ചങ്കമേന എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ട്, നിസജ്ജായ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന സമയത്ത് ചിത്തത്തെ ഈ ആവരണങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കുവാൻ ഞങ്ങൾ പ്രയത്നിക്കുന്നു. ഇവിടെ ഭഗവാൻ പകൽ മുഴുവനും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ധ്യാനിക്കാനാണ് പറയുന്നത്. ഈ കാര്യം വളരെ വ്യക്തമാണ്. ചങ്കമേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ട്, നിസജ്ജായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട്. വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഈ സൂത്രത്തിൽ നമ്മളോട് പറയുന്നു, നമ്മൾ ഇരുന്നു കൊണ്ട് മാത്രം ധ്യാനിച്ചാൽ പോരാ, നടന്നുകൊണ്ടും ധ്യാനിക്കണം. വാക്കിംഗ് മെഡിറ്റേഷൻ അത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് മിക്ക സാധകർക്കുമുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ ഇരുന്നു കൊണ്ട് മാത്രം ധ്യാനിക്കാൻ പരിശീലിച്ചവരാണ്. അവർ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധ്യാനം നിൽക്കും. നമ്മൾ ഒരു ദിവസത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾക്ക് ധ്യാനിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമ്മൾ പല ആക്ടിവിറ്റികൾ ചെയ്യുന്നതുകൊണ്ട് ആ സമയത്തെല്ലാം നമ്മൾ നടന്നുകൊണ്ടുള്ള ധ്യാനം നമ്മൾ പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ദിനത്തിൽ, അതായത് പകൽ മുഴുവനും നമ്മൾ ഇതേപോലെ തന്നെ ഇരുന്നും അതേപോലെ തന്നെ നടന്നുകൊണ്ടും ധ്യാനിക്കണം. ചിത്തത്തെ ഈ 5 ആവരണങ്ങളിൽ നിന്നും പരിശുദ്ധമാക്കണം, അതിനെ ഇല്ലാതാക്കണം. അടുത്തതായിട്ട് രത്തിയ പദമം യാമം ചങ്കമേണ നിസജ്ജായ ആവരണയേഹി ധമ്മേഹി ചിത്തം പരിശോധിസാമ. ഇനി രാത്രിയിലെ കാര്യം. രാത്രിയുടെ ആദ്യ യാമത്തിൽ ഇതേപോലെ തന്നെ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ജാഗ്രതയോടുകൂടി ചിത്തത്തിൻ്റെ ഈ 5 നീവരണങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കണം. രാത്രിയുടെ പ്രഥമയാമം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ പകൽ മുഴുവൻ നമ്മൾ ഇരുന്നും നടന്നും അഭ്യസിച്ചു. രാത്രി 6 മുതൽ 10 വരെ വീണ്ടും നമ്മൾ ഇരുന്നും നടന്നുകൊണ്ട് അഭ്യസിച്ചു, ധ്യാനം ചെയ്തു. രത്തിയ മജ്ജിമം യാമം ദക്ഷിണേയ പസ്സേന സീഹസയ്യം കപ്പെസ്സാമ പാദേ പാദം അച്ഛാദായ സദോ സംഭജാനോ ഉത്ഥാനസന്യം മനസീകരിത്വ. ഇനി രാത്രിയുടെ മധ്യയാമത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് രാത്രി 10 മുതൽ 2 വരെയുള്ള സമയം നമ്മൾ വലതുവശം ചരിഞ്ഞ് കിടക്കണം. വലതുപാദത്തിൻ്റെ മുകളിൽ വയ്ക്കണം. എന്നിട്ട് എണീക്കാനുള്ള സമയത്തെ, ഏത് സമയത്ത് ഉണരണം എന്നതിനെപ്പറ്റി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സതോ സംഭജാനോ, സതിയും സംഭജാനവും ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തും ഉറക്കമില്ല. നമ്മൾ വലതുവശം ചേർന്ന് കിടക്കുകയാണ്. വലതുകാലിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്ററിന് സിംഹസയ്യ എന്നാണ് പറയുന്നത്, സിംഹത്തിൻ്റെ കിടപ്പ്. ഈ ഒരു കിടപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ ഉറക്കം വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. അതുകൂടാതെ ഈ സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല, സതി സമ്പജന്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ സമയത്തും ധ്യാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഉണരാനുള്ള സമയം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കിടക്കാനാണ് പറയുന്നത്. ഇതിന് മറ്റൊരു ഗുണമുണ്ട്. നമ്മൾ അനാഗാമി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർഹന്തനായി കഴിഞ്ഞാൽ ഒരു വ്യക്തി നിരോധ സമാപത്തി എന്ന ഒരു ധ്യാനം ചെയ്യും. അതായത് വളരെ ഉയർന്ന ഒരു ധ്യാനസ്ഥിതിയാണ്. അതായത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും, 10 മണിക്കൂർ 10 മിനിറ്റ് 10 സെക്കൻഡ് ഞാൻ ഈ ധ്യാനത്തിലിരിക്കും, അതിനുശേഷം ഞാൻ ഉണരും എന്ന് നമ്മൾ സങ്കല്പിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ആ 10 മണിക്കൂറും 10 മിനിറ്റും 10 സെക്കൻഡും വരെ നമ്മുടെ ശരീരവും മനസ്സും നിശ്ചലമായിരിക്കും, ഒന്നും അറിയാത്ത അവസ്ഥയായിരിക്കും. അതിനുശേഷം ആ കറക്റ്റ് സമയത്ത് നമ്മളെ ശരീരവും മനസ്സും ഉണരും. അതിൻ്റെ അഭ്യാസം കൂടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രത്തിയ പശ്ചിമം യാമം പച്ചുട്ടായ ചങ്കമേന നിസജ്ജായ ആവരണീയേഹി ധമ്മേഹി ചിത്തം പരിശോധിസാമാതി ഏവം ഹി വോ ഭിക്കവേ സിക്കിതബ്ബ. ഇനി രാത്രിയുടെ അവസാനത്തെ യാമം, അതായത് രാവിലെ 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ആ സമയത്ത് ഉണരണം. ഉണർന്നതിന് ശേഷം നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ജാഗ്രതയോടുകൂടി ചിത്തത്തെ ഈ ആവരണധർമ്മങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം.
ഇത് ഭിക്ഷുക്കൾക്കുള്ള നിർദ്ദേശമാണ്. അതുകൂടാതെ ഏതൊരു സാധകൻ മുക്തനാകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കുള്ള നിർദ്ദേശമാണ്. അവർക്ക് രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ മാത്രം പോരാ, ഇങ്ങനെ 24 മണിക്കൂറും അവർ പ്രയത്നിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ മുക്തരാകുകയുള്ളൂ. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കണം. ധാരാളം ഉറക്കമുള്ളവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാകും. ഉറക്കമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യുക. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24 മണിക്കൂറും തുടർച്ചയായിട്ടുള്ള പ്രയത്നമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് രാഗദ്വേഷ മോഹങ്ങളില്ലാതെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക, അതാണ് ഇവിടെ തപസ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ കായകർമ്മം ശുദ്ധമാണ്, വാണീകർമ്മം ശുദ്ധമാണ്, മനോകർമ്മം ശുദ്ധമാണ്, ഞങ്ങളുടെ ആജീവിക ശുദ്ധമാണ്, ഞങ്ങൾക്ക് ഇന്ദ്രിയ സംഭരമുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ അളവിനനുസരിച്ചിട്ടാണ് കഴിക്കുന്നത്, ഞങ്ങൾക്ക് ജാഗരീയത, അതായത് ഞങ്ങൾ എല്ലാ സമയത്തും ഉണർന്നിട്ടാണ് ഇരിക്കുന്നത്. ഇത് തന്നെ ധാരാളമായി, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ ഭിക്ഷുക്കളെ, ഒരിക്കലും അങ്ങനെ കരുതരുത്. ഇതുമൂലം നിങ്ങൾ സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യരുത്. ഭിക്ഷുവിൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കണം. എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്? സതി സമ്പജന്യേന സമന്യാഗതോ ഭവിസ്സാമ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സതി സമ്പജന്യം ആണ്. നേരത്തെ പറഞ്ഞത് ജാഗ്രത അവസ്ഥ, അതായത് നമ്മൾ എല്ലാ സമയത്തും ജാഗരൂകരായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി പറയുന്നത് സതി സമ്പജന്യം ആണ്. സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്, അതായത് ഈ സമയത്ത് എന്താണ് നടക്കുന്നത്. സതിയുടെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് 4 സതിപഠാനമാണ്. കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. അപ്പോൾ ഈ 4 അനുപസനയും നമ്മൾ ചെയ്യണം. അതുകൂടാതെ സമ്പജാനം എന്ന് പറയുന്ന സമയത്ത് എല്ലാ അവസ്ഥകളിലും നമ്മൾ പ്രജ്ഞയോടുകൂടി ഇരിക്കണം. പജാനാദി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രജ്ഞയോടുകൂടി ഇരിക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഈ പ്രജ്ഞ? ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, ദുഃഖത്തിൻ്റെ നിവാരണമാണ്, ദുഃഖ നിവാരണത്തിനുള്ള മാർഗമാണ്. ഇതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. പജാനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞാപൂർവം അറിയുന്നു. സംഭജാനാദി എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രജ്ഞാപൂർവം അറിയുന്നു. അതായത് എല്ലാ സമയത്തും നമ്മൾ ആ പ്രജ്ഞയോടുകൂടി നമ്മൾ ഇരിക്കുന്നു. നമ്മൾ മുന്നോട്ട് നടക്കുന്ന സമയത്തും പിന്നോട്ട് നടക്കുന്ന സമയത്തും സതി സംഭജാനത്തോടു കൂടി ആയിരിക്കണം. മുന്നോട്ട് നോക്കുന്ന സമയത്തും വശങ്ങളിലേക്ക് നോക്കുന്ന സമയത്തും കാലുകൾ അകറ്റുന്ന സമയത്തും അടുപ്പിക്കുന്ന സമയത്തും പുറത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഭിക്ഷാപാത്രവും വസ്ത്രങ്ങളും എടുക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും ചവയ്ക്കുന്ന സമയത്തും സ്വാദ് അനുഭവിക്കുന്ന സമയത്തും മലമൂത്ര വിസർജിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും മൗനമായിരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും സതി സമ്പജാനം ഇത് വേണ്ടതാണ്. അതായത് ഈ എല്ലാ സമയത്തും നമ്മൾ ധ്യാനത്തിലാണ് എന്നാണ് പറയുന്നത്. അതിനാൽ വാക്കിംഗ് മെഡിറ്റേഷൻ എത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു 10 അടി അല്ലെങ്കിൽ 15 അടി നീളമുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. നമ്മുടെ 2 കൈയും നമ്മുടെ ബാക്കിൽ കെട്ടുക. അതിനുശേഷം പതുക്കെ ഓരോ കാലുകൾ ഉയർത്തി പതുക്കെ നടക്കുക. അതായത് ഒരു കാൽ ഉയർത്തി വയ്ക്കുന്നതിന് മിനിമം ഒരു 5 സെക്കൻഡെങ്കിലും എടുക്കണം. അടുത്ത കാലും അതേപോലെ തന്നെ ഉയർത്തി വയ്ക്കുന്നതിന് 5 സെക്കൻഡ്. അങ്ങനെ നിങ്ങൾ ഈ 10 അടി നടന്നു കഴിഞ്ഞാൽ തിരിച്ചും അതേപോലെ തന്നെ തിരിച്ചിങ്ങനെ വരിക. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്തും എല്ലാം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. അതിനെയാണ് സതി സമ്പജന്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഒരുപാട് നമ്മൾ സ്ലോ ആകാൻ പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ആകാനും പാടില്ല. മധ്യമ രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പലരും ഈ കാര്യങ്ങൾ സതിപഠാന സൂത്രത്തിൽ കേട്ടിരിക്കാം, അവർക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ ഒരിക്കലും അവർ അഭ്യസിക്കാറില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ഗുണവും ലഭിക്കാറുമില്ല. ഭിക്ഷുക്കളെ, ഇനി നിങ്ങൾ ഇങ്ങനെ കരുതുമായിരിക്കും, ഞങ്ങൾക്ക് ഹിരിയുണ്ട്, ഓത്തപ്പമുണ്ട്, ഞങ്ങളുടെ കായകർമ്മം ശുദ്ധമാണ്, വാണികർമ്മം ശുദ്ധമാണ്, മനോകർമ്മം ശുദ്ധമാണ്, ആജീവിക ശുദ്ധമാണ്, ഞങ്ങൾക്ക് ഇന്ദ്രിയ സംഭരം ഉണ്ട്, ഞങ്ങൾ മാത്രയ്ക്കനുസരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾ ജാഗ്രത അഭ്യസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സതി സമ്പജന്യം ഉണ്ട്. ഇത്രയൊക്കെ ധാരാളമാണ്. ഇനി എന്താണ് കൂടുതൽ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങളെ പുകഴ്ത്തരുത്, മറ്റുള്ളവരെ നിന്ദിക്കരുത്. ഇനിയും നിങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ട്.
ഭിക്ഷു ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടുന്നതിന് ഇനിയും നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. ഇനി എന്താണ് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്? ഇനി ഒരു ഭിക്ഷു ജനങ്ങളില്ലാത്ത നിർജ്ജനമായിട്ടുള്ള ഒരു താമസ സ്ഥലം തിരഞ്ഞെടുക്കണം. എന്നിട്ട് ആ നിർജ്ജന സ്ഥലത്ത് പോകണം. അത് ഒരു ആരണ്യമാകാം, ഒരു വൃക്ഷത്തിൻ്റെ മൂലമാകാം, അല്ലെങ്കിൽ പർവ്വതമാകാം, അല്ലെങ്കിൽ താഴ്വരയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മലയിലുള്ള ഗുഹകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശ്മശാനമായിരിക്കാം, ഒരു വനമായിരിക്കാം, അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലമായിരിക്കാം. അവിടെ കുറച്ച് വൈക്കോൽ വിരിക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് വിരിക്കുക. അതാണ് ഇരിക്കാനുള്ള ആസനം. ഭിക്ഷാടനത്തിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ആ ആസനത്തിൽ ചമ്രം പടിഞ്ഞിരുന്ന് നിവർന്നിരിക്കുക. കഴുത്തും മുതുകും എല്ലാം നേരെയായിരിക്കണം. എന്നിട്ട് പരിമുഖം സതിം ഉപഠവിത്വ, നമ്മളുടെ മുഖത്തിന് ചുറ്റും നമ്മളുടെ ശ്രദ്ധ നിർത്തണം. ഇതേ കാര്യം നമ്മൾ സതിപട്ടാന സൂക്തിയിൽ ആനാപാന പഠിക്കുന്ന സമയത്തും വന്നിട്ടുണ്ടായിരുന്നു. പരിമുഖം സതിം ഉപഠവിത്വ. അപ്പോൾ പല ഗുരുക്കന്മാരും പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ചിലർ പറയും നാഭിയിൽ മനസ്സ് വയ്ക്കാൻ, ചിലർ പറയും ഹൃദയവത്വത്തിൽ മനസ്സ് വയ്ക്കാൻ, ചിലർ പറയും മൂക്കിന് താഴെ ചുണ്ടിന് മുകളിൽ മനസ്സ് വയ്ക്കാൻ, ചിലർ പറയും മൂർധാവിൽ മനസ്സ് വയ്ക്കാൻ. പക്ഷേ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുഖത്തിന് ചുറ്റും നമ്മുടെ മനസ്സ് വയ്ക്കാനാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മുടെ മൈൻഡ് ഒരിക്കലും കോൺസെൻട്രേഷൻ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ മുഖത്തിന് ചുറ്റും നമ്മളുടെ ശ്രദ്ധ വെച്ചു. സോ അഭിജ്ജം ലോകേ പഹായ വിഗതാഭിജ്യേന ചേതസ വിഹരതി. അതായത് ഈ ലോകത്തിനോട് ആസക്തിയില്ലാത്ത മനസ്സുകൊണ്ട് ആ വ്യക്തി ഇരിക്കുന്നു. അഭിജ്ഞായ ചിത്തം പരിശോധേതീതി. ചിത്തത്തെ ആ അഭിജ്ഞയിൽ നിന്ന് പരിശുദ്ധമാക്കുന്നു. ഇവിടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അതായത് നമ്മൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു സംവേദന വരികയാണ്, അത് ഉടൻ തന്നെ എൻ്റെയാണെന്ന് നമ്മൾ കരുതും. അതേമാതിരി തന്നെ ചിന്ത വരികയാണ്, അത് എൻ്റേതാണെന്ന് കരുതും. അതേപോലെ തന്നെ കാണുന്നതും കേൾക്കുന്നതും ഞാനാണ് കേൾക്കുന്നത്, ഞാനാണ് കാണുന്നത് എന്ന ചിന്ത വരും. അതിനെയാണ് അഭിജ്ഞ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒഴിവാക്കണം. അതായത് ഒന്നും എൻ്റെയല്ല, നമ്മൾ അതിൽ വെറും കാണുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. രാഗം അല്ലെങ്കിൽ ആസക്തി എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അതായത് ഇഷ്ടമുള്ള കാര്യങ്ങളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. അതിനെയാണ് ഇവിടെ അഭിജ്ഞ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ നീവരണങ്ങളിലെ ഒന്നായിട്ടുള്ള കാമച്ഛന്തം എന്ന് പറയാം. അതായത് ഇഷ്ടമുള്ള കാര്യം നേടാനുള്ള ആഗ്രഹം. ഇനി പറയാൻ പോകുന്നത് ആ 5 നീവരണങ്ങളെയാണ്. നീവരണങ്ങളെ എങ്ങനെ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അഭിജ്ഞ അല്ലെങ്കിൽ കാമച്ഛന്തത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് വ്യാപാദ പദോസം പഹായ അപന്ന ചിത്തോ വിഹരതി. ആ വ്യാപാദ ദോഷം അല്ലെങ്കിൽ ദ്വേഷം ഉള്ള ആ ദോഷത്തെ ഇല്ലാതാക്കി ചിത്തത്തെ ദ്വേഷത്തിൽ നിന്ന് പരിശുദ്ധമാക്കുന്നു. സബ്ബ പാണ ഭൂതഹിതാനുകമ്പി. എങ്ങനെയാണ് ആ ദ്വേഷത്തെ ഇല്ലാതാക്കുന്നത്? സർവ്വപ്രാണികളോടും അനുകമ്പിയോടും മൈത്രിയോടും കൂടി നമ്മൾ ആ ദ്വേഷത്തെ ഇല്ലാതാക്കണം. അതായത് ദ്വേഷം വരുന്ന സമയത്ത് ഉടൻ തന്നെ ആ ദ്വേഷത്തെ മാറ്റി അവിടെ അനുകമ്പ അല്ലെങ്കിൽ മൈത്രി അവിടെ നമ്മൾ വയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അടുത്തത് ധീനമിത്തത്തെ ഒഴിവാക്കി ധീനമിത്തമില്ലാതെ നമ്മൾ ജീവിക്കണം. ധീനമിത്തം എന്നാൽ ആലസ്യം. അതെങ്ങനെ സാധിക്കും? ആലോകസഞ്ജി സതോ സമ്പജാനോ. പ്രകാശമുള്ള സഞ്ജ നമ്മുടെ ഉള്ളിൽ വെച്ചതിന് ശേഷം സതോ സമ്പജാനോ, നമ്മുടെ സതി സമ്പജാനം അത് കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ ധീനമത്തത്തെ ഒഴിവാക്കണം. അപ്പോൾ സമ്പജാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇരുന്നിട്ട് നടന്നിട്ട് എല്ലാം അങ്ങനെ എല്ലാ സമയത്തും ധ്യാനിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ആലസ്യം നമ്മളെ വിട്ടുമാറും. ആലസ്യം വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് സമ്പജാന പബം, അതായത് നടന്നുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ധ്യാനിക്കുക. അടുത്തത് ഉദ്ദുച്ച കുക്കുച്ചം പഹായ. ഇരിക്കപ്പുറതിയില്ലായ്മയെ നമ്മൾ വിട്ടുകൊണ്ട് ചിത്തത്തെ ഇരിക്കപ്പുറതിയില്ലായ്മയാൽ മോചിപ്പിക്കുക, അതിൽ നിന്ന് മോചിപ്പിക്കുക. അതെങ്ങനെ മോചിപ്പിക്കും? അജ്ജത്തം വോപസന്ത ചിത്തോ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചിത്തത്തെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ആ ഉദ്ദച്ച കുക്കുച്ചം അല്ലെങ്കിൽ ഇരിക്കപ്പുറതയില്ലായ്മയിൽ നിന്ന് നമ്മൾ മോചനം നേടണം. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അവർക്ക് ധ്യാനിക്കാനിരിക്കാൻ സാധിക്കില്ല, ഒരുപാട് അസ്വസ്ഥത വരും. ആ സമയത്ത് അവർ ചിത്തത്തെ ശാന്തമാക്കാൻ നോക്കണം. അടുത്തത് വിചികിച്ച, അതായത് സംശയത്തെ ഇല്ലാതാക്കണം. സംശയത്തിൽ നമ്മുടെ ചിത്തത്തെ ശുദ്ധമാക്കണം. അതെങ്ങനെ ചെയ്യും? കുശലേസു ധമ്മേസു. കുശലധർമ്മങ്ങളിൽ നമ്മൾക്ക്
തൃപ്തി ഉണ്ടാകണം, അതിനെ നമ്മൾ പരിപൂർണമായിട്ടും മനസ്സിലാക്കണം, അത് ആവശ്യമാണെന്ന് നമ്മൾ കരുതണം. അങ്ങനെ കരുതുകയാണെങ്കിൽ ആ വിചികിത്സ ഇല്ലാതാവും. ഇനി ഈ 5 നീവരണങ്ങളെയും നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പല ഉദാഹരണങ്ങളിൽ കൂടെ ഭഗവാൻ വ്യക്തമാക്കിയിട്ട് തരികയാണ്. ഒരു വ്യക്തി കടത്തിൽപ്പെട്ടു എന്ന് കരുതുക. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് അധ്വാനിക്കാൻ തുടങ്ങി. ആ അധ്വാനം അവൻ്റെ സഫലമായി എന്ന് കരുതുക. അപ്പോൾ ആ പൈസ കൊണ്ട് അവൻ എടുത്ത കടം അവൻ വീട്ടും. എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് അവൻ അവൻ്റെ കുടുംബത്തെ പുലർത്തും. അപ്പോൾ അവൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ നേരത്തെ കടത്തിലായിരുന്നു, അതിനുശേഷം ഞാൻ ഒരുപാട് അധ്വാനിച്ച് ആ കടം വീട്ടി, ബാക്കിയുള്ള പൈസ കൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ പുലർത്തുന്നു. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അതുമൂലം ആ വ്യക്തിക്ക് മനസ്സിൽ പ്രമോദമുണ്ടാകുന്നു, മനസ്സിൽ സോമനസം ഉണ്ടാകുന്നു. സോമനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പ്രശാന്തമായിരിക്കുന്ന അവസ്ഥ, നല്ല അവസ്ഥ, അതിനെയാണ് സോമനസം എന്ന് പറയുക. അതായത് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ പ്രമോദവും ശാന്തിയും ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് കരുതാം. അല്ലെങ്കിൽ പ്രീതിയും സന്തോഷവും ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് കരുതാം. ഒരു വ്യക്തി രോഗിയാണെന്ന് നമ്മൾ കരുതുക. അവൻ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, വളരെ അവശനാണ്. അതുമൂലം അവർക്ക് അവരുടെ വിശപ്പില്ലാതാകും, ഒരുപാട് ദുർബലരാകും. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവർ ആ രോഗത്തിൽ നിന്ന് മോചിതരാകും. എന്നിട്ട് അവർക്ക് വിശപ്പ് തിരിച്ചു വരും, അവരുടെ ശരീരത്തിന് ബലം തിരിച്ചു വരും. അപ്പോൾ അവർ ഈ രീതിയിൽ അതിനെ ഓർക്കും, ഞാൻ നേരത്തെ രോഗിയായിരുന്നു, വളരെ ദുർബലനായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എൻ്റെ വിശപ്പും അതേപോലെ തന്നെ ബലവും എല്ലാം പോയി. അതിനുശേഷം എൻ്റെ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ബലവത്തായി, എൻ്റെ വിശപ്പ് തിരിച്ചു വന്നു, എനിക്ക് പ്രശ്നങ്ങളില്ലാതായി. ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ പ്രമോദവും അതേപോലെ തന്നെ സോമനസം അല്ലെങ്കിൽ ശാന്തിയും ഉണ്ടാകും. ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതുക. കുറേ സമയത്തിന് ശേഷം ആ വ്യക്തി ജയിലിൽ നിന്ന് മോചിതനായി, സുരക്ഷിതനായിട്ട് പുറത്തു വന്നു. ആ വ്യക്തിക്ക് ധനനഷ്ടം ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ആലോചിക്കും, ഞാൻ നേരത്തെ ജയിലിലായിരുന്നു, ആ സമയത്ത് എനിക്ക് ഒട്ടും തന്നെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, വളരെ ദുഃഖിതനായിരുന്നു. അതിനുശേഷം ഞാൻ സുരക്ഷിതനായിട്ട് ജയിലിൽ നിന്ന് തിരിച്ചെത്തി, എനിക്ക് ധനനഷ്ടം ഒന്നും ഉണ്ടായില്ല എന്ന് ആലോചിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ പ്രീതിയും അതേപോലെ തന്നെ സന്തോഷവും ഉണ്ടാകുന്നു. ഒരു വ്യക്തി അടിമ പണിക്കാരനാണ് എന്ന് കരുതുക. അതായത് പണ്ട് കാലത്ത് അടിമകളെ ദാസീദാസന്മാരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അവർക്ക് സ്വന്തം മേലെ അധികാരമില്ല, മറ്റുള്ളവരുടെ അടിമയാണ്. അവർ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവർക്കത് സാധിക്കില്ല. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ ആ അടിമപ്പണിയിൽ നിന്ന് മോചിതരായി, അവർ സ്വന്തം യജമാനരായി, മറ്റുള്ളവരുടെ അടിമയല്ല. അവർ എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കവിടെ പോകാൻ സാധിക്കും. അപ്പോൾ അവർ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും, ഞാൻ നേരത്തെ അടിമയായിരുന്നു, സ്വന്തം ഇഷ്ടത്തിന് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല, മറ്റുള്ളവരുടെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് ജോലി ചെയ്യേണ്ടിയിരുന്നു, ഞാൻ എവിടെ പോകാൻ ആഗ്രഹിച്ചോ എനിക്കത് നടന്നില്ല. അതിനുശേഷം നോക്കൂ, ഞാൻ അടിമപ്പണിയിൽ നിന്ന് വിമുക്തനായി, ഞാൻ സ്വന്തം യജമാനായി, ഞാൻ ആരുടെയും അടിമയല്ല, എവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ എനിക്ക് പോകാൻ സാധിക്കും എന്നോർത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ സന്തോഷവും ശാന്തിയും ഉണ്ടാകും. ഒരു വ്യക്തിയുടെ കയ്യിൽ ധാരാളം ധനവും സമ്പത്തും ഉണ്ട് എന്ന് കരുതുക. അവർ അതും കൊണ്ട് ഒരു വിജനമായിട്ടുള്ള മരുഭൂമിയിലെ റോഡിലൂടെ നടന്നു പോവുകയാണ് എന്ന് കരുതുക. അതിനുശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം വിജനമായിട്ടുള്ള മരുഭൂമിയിലെ പാതയിലൂടെ കടന്ന് അവർ സുരക്ഷിതരായിട്ട് പുറത്തു വന്നു. അവരുടെ കയ്യിലെ ധനവും സമ്പത്തും ആരും കൊള്ളയടിച്ചില്ല. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കും, ഞാൻ വിജനമായിട്ടുള്ള പാതയിലൂടെ ഈ സമ്പത്തും ധനവും കൊണ്ട് നടക്കുകയായിരുന്നു, ഭാഗ്യം കൊണ്ട് സുരക്ഷിതനായിട്ട് ഞാൻ പുറത്തു വന്നു, എൻ്റെ ധനത്തിന് ഒട്ടും തന്നെ നഷ്ടമുണ്ടായില്ല എന്നോർത്ത് അവൻ്റെ മനസ്സിൽ പ്രീതിയും അതേപോലെ തന്നെ സന്തോഷവും ഉണ്ടാകും. അതേപോലെ തന്നെ ഈ 5 നീവരണങ്ങൾ ഏതുവരെ ഒരു ഭിക്ഷുവിൻ്റെ ഉള്ളിലുണ്ടോ, ഈ 5 നീവരണങ്ങളെ ഏതുവരെ ഒരു ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ലയോ, ആ 5 നീവരണങ്ങളെ ഒരു ഭിക്ഷു കടമായിട്ടാണ് കരുതുന്നത്, രോഗമായിട്ടാണ് കരുതുന്നത്, ജയിൽ ജീവിതമായിട്ടാണ് കരുതുന്നത്, അടിമപ്പണിയായിട്ടാണ് കരുതുന്നത്, നിർജ്ജനമായിട്ടുള്ള വനത്തിലൂടെ പോകുന്നത് പോലെയാണ് കരുതുന്നത്. എന്നാൽ എപ്പോൾ ഈ 5 നീവരണങ്ങളെ ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിൽ ഉപേക്ഷിക്കുന്നുവോ, ആ ഭിക്ഷു അതുമൂലം താൻ കടബാധ്യതയിൽ നിന്ന് മോചിതനായി, ഞാൻ ആരോഗ്യവാനായി, ജയിലിൽ നിന്ന് മോചിതനായി, ഞാൻ സ്വതന്ത്രനായി,
ഞാൻ സുരക്ഷിതനായി എന്ന് കരുതുന്നു. അവർ ഈ 5 നീവരണങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു. ഈ 5 നീവരണങ്ങൾ ഇവ മനസ്സിൻ്റെ ഉപക്ലേശങ്ങളാണ്. അതിനെ പ്രജ്ഞയാൽ ദുർബലമാക്കുന്നു, അവയെ ഇല്ലാതാക്കുന്നു. നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ 5 നീവരണങ്ങൾ നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മൾക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതേപോലെ തന്നെ പ്രീതി, പ്രമോദം, നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഭയങ്കര സന്തോഷവും സുഖവും ഉണ്ടാകും. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് 5 നീവരണങ്ങൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് വളരെയധികം ആശ്വാസവും മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കിട്ടാൻ തുടങ്ങും. ഈ 5 നീവരണങ്ങൾ ഇല്ലാതെ കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ധ്യാനത്തിലാണ് പിന്നെ പ്രവേശിക്കുന്നത്, അതായത് ധ്യാനത്തിലേക്ക്. ഇനി വീണ്ടും ഭഗവാൻ ധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ധ്യാനങ്ങൾക്ക് ഭഗവാൻ എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കാം. കാരണം ഒരുപാട് സൂത്രങ്ങളിൽ നിങ്ങൾ ധ്യാനത്തെപ്പറ്റി കേട്ടിരിക്കാം. വീണ്ടും ധ്യാനത്തെപ്പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. വിവിച്ഛേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജ്ഞാനം ഉപസമ്പജ്ജ വിഹരതി. അതിനുശേഷം അകുശലധർമ്മങ്ങളില്ലാതെ, കാമങ്ങളില്ലാതെ ഒരു ഭിക്ഷു 1-ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക, വിചാര, പീതി, സുഖം, ഏകാഗ്രത എന്ന് പറയുന്ന 5 ധ്യാനാംഗങ്ങളുണ്ട്. അവർ അവരുടെ ശരീരത്തെ ഈ പീതി സുഖത്താൽ പരിപൂർണമായിട്ട് നിറയ്ക്കുന്നു, അതിൽ മുഴുകുന്നു, ശരീരത്തിൽ പരത്തുന്നു, അതിൽ പടർത്തുന്നു. സോ ഇമമേവ കായം വിവേകേജേന പീതിസുഖേന അഭിസന്ധേതി പരിസന്ധേതി പരിപൂരേതി പരിഫരേതി. ആ വ്യക്തിയുടെ ശരീരത്തിൽ പീതി സുഖം ഇല്ലാത്ത ഒരു സ്ഥലവും ബാക്കി ഉണ്ടാകുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ 5 നീവരണങ്ങൾ സമാപ്തമായി കഴിഞ്ഞാൽ നമ്മൾ ധ്യാനത്തിലെത്തും. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പീതി സുഖം ഉണ്ടാകും. പീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷമാണ്. സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖമാണ്. ഈ സമയത്ത് നമ്മൾക്ക് ഒട്ടും തന്നെ ചിന്തകൾ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധ്യാനാവസ്ഥയിൽ നമ്മൾക്ക് ചിന്തകൾ ഉണ്ടാകുന്നില്ല. എല്ലാ ചിന്തകളും ഒടുങ്ങിയതിന് ശേഷമാണ് ഈ ധ്യാനാവസ്ഥ നമ്മൾക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. അതായത് 1-ാമത്തെ ധ്യാനത്തിൽ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം 10 മിനിറ്റോളം നമ്മൾക്ക് ഒട്ടും തന്നെ ചിന്തയില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഈ പ്രീതി സുഖം മാത്രമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. മറ്റൊരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ ഈ പ്രീതി സുഖത്തെക്കുറിച്ച് പറയുകയാണ്. കുളിപ്പിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായി സ്നാനചൂർണം അല്ലെങ്കിൽ കുളിക്കാനുള്ള ചൂർണം ഒരു ഓട്ടുപാത്രത്തിലിടും. എന്നിട്ട് കുറേശ്ശെ വെള്ളം തെളിച്ച് അതിനെ കുഴയ്ക്കാൻ തുടങ്ങും. അതുവരെ അവർ വെള്ളം നനച്ച് അതിന് കുഴയ്ക്കും. ഒരു നല്ല പോലെ അത് നനയുന്നത് വരെ അവർ അതിൽ വെള്ളം തെളിച്ച് കുഴയ്ക്കും. ആ സ്നാനചൂർണം എല്ലായിടത്തും ഒരുപോലെ നനയുന്നത് വരെ അവർ അത് കുഴച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് വെള്ളം ഒന്നും ഊർന്നു വരാത്ത ഒരവസ്ഥ വരെ അതിനെ കുഴച്ചുകൊണ്ടിരിക്കും. പണ്ട് സോപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുളിക്കുന്നതിന് അവർ ഹെർബലായിട്ടുള്ള പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനെ വെള്ളത്തിൽ നല്ലപോലെ കുഴച്ചതിന് ശേഷമാണ് അവർ ഉപയോഗിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഭിക്ഷു ആ ധ്യാനത്തിൻ്റെ ആ പീതി സുഖം മൂലം തൻ്റെ ശരീരം മുഴുവൻ നിറയ്ക്കുന്നു, ശരീരം മുഴുവൻ അതുകൊണ്ട് പരത്തുന്നു. അവൻ്റെ ശരീരത്തിലെ ഒരിടത്തും ആ പീതി സുഖം ഇല്ലാത്തതായിട്ടില്ല. എല്ലായിടത്തും പീതി സുഖം പരക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വളരെ ബ്ലിസ്ഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ 1-ാമത്തെ ധ്യാനം എന്ന് പറയുന്നത്. അതിനുശേഷം ആ വ്യക്തി 2-ാമത്തെ ധ്യാനത്തിലെത്തുന്നു. അപ്പോൾ വിതർക്ക വിചാരങ്ങൾ സമാപ്തമാകുന്നു. പീതി സുഖം ഏകാഗ്രത മാത്രം ഉണ്ട്. അതുമൂലം അവരുടെ ശരീരം മുഴുവൻ ആ പീതി സുഖം കൊണ്ട് അവർ വ്യാപിപ്പിക്കുന്നു. അത് വ്യാപ്തമാകുന്നു, അതിൽ പരക്കുന്നു. അവരുടെ ശരീരത്തിൽ പീതി സുഖം എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാകുന്നില്ല. അതായത് എത്ര ആനന്ദകരമായിട്ടുള്ള അവസ്ഥയാണ് ഇതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അതിലൊരിക്കലും പിടിക്കാൻ പാടില്ല, അതിനുപേക്ഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഉദാഹരണം ഭഗവാൻ ഒരു കായലിനോട് ഉപമിച്ചിട്ടാണ് തരുന്നത്. ഒരു കായൽ ഉണ്ട് എന്ന് കരുതുക. അതിൻ്റെ വടക്കു നിന്നോ കിഴക്കു നിന്നോ തെക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ അതിലേക്ക് വെള്ളം വരാനുള്ള വഴിയൊന്നുമില്ല. പക്ഷേ മഴക്കാലത്ത് അതിൽ നിറയെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ തണുത്ത ജലം, ആ തണുത്ത വെള്ളം ആ കായലിൽ പരന്നു കിടക്കുകയാണ്. ആ കായലിനെ നനച്ചുകൊണ്ട്, അതിൽ പരന്നുകൊണ്ട്, അതിൽ നിറഞ്ഞുകൊണ്ട് ആ തണുത്ത വെള്ളം കിടക്കുന്നു. ആ തണുത്ത വെള്ളം സ്പർശിക്കാത്ത ഒരിടവും ആ കായലിൽ ഇല്ല. അതേപോലെ തന്നെ ഈ ധ്യാനത്തിലെത്തിയ ഒരു ഭിക്ഷുവിൻ്റെ ശരീരത്തിൽ
ഈ പീതി സുഖം നനഞ്ഞിരിക്കുന്നു, അതിൽ വ്യാപിച്ചിരിക്കുന്നു, അതിൽ പരന്നിരിക്കുന്നു, അതിൽ നിറഞ്ഞിരിക്കുന്നു. ഈ പീതി സുഖം ഇല്ലാത്ത ഒരു ഭാഗവും ആ ഭിക്ഷുവിൻ്റെ ശരീരത്തിലില്ല. അതിനുശേഷം മനസ്സിലെ ആ പീതി സമാപ്തമാക്കിക്കൊണ്ട് ആ ഭിക്ഷു മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. അവിടെ സുഖവും ഏകാഗ്രത മാത്രമേ ഉള്ളൂ. അവർ അവരുടെ ശരീരത്തിൽ ആ സുഖത്തിനെ കൊണ്ട് പരത്തുന്നു, അതിൽ നിറയ്ക്കുന്നു. അതിലെല്ലായിടത്തും, ശരീരത്തിലെല്ലായിടത്തും ആ സുഖം പടരുന്നു. ആ സുഖം അനുഭവിക്കാത്ത ഒരു സ്ഥലവും ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ല. ഇത് ഒരു താമരക്കുളം പോലെയാണ്. അവിടെ നീല നിറത്തിലുള്ള താമരകളുണ്ട്, പിങ്ക് നിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള താമരകളുണ്ട്. അതിൽ ചില താമരകൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടർന്നിരിക്കുകയാണ്. അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നിൽക്കുകയാണ്, അവിടെ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ താമരയുടെ തല മുതൽ പാദം വരെ അത് ആ തണുത്ത വെള്ളത്താൽ ആവൃതമായിരിക്കുകയാണ്, അതിനാൽ പൊതിഞ്ഞു കിടക്കുകയാണ്. ആ താമരയുടെ ഒരു ഭാഗത്തിലും ആ തണുത്ത വെള്ളം സ്പർശിക്കാത്തതായിട്ട് ഇല്ല. അതുപോലെ ഒരു ഭിക്ഷുവിൻ്റെ ശരീരം മുഴുവനും ആ സുഖം നിറഞ്ഞു നിൽക്കുന്നു, സുഖം ആവരണം ചെയ്തിരിക്കുന്നു, സുഖം പരന്നിരിക്കുന്നു. ശരീരത്തിൽ ഒരു ഭാഗവും ആ സുഖം എത്താത്തതായിട്ട് ഇല്ല. അതിനുശേഷം ആ ഭിക്ഷു സുഖത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട്, സൗമനസ്യത്തെയും ദോർമനസ്യത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് നാലാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ പരിശുദ്ധമായിട്ടുള്ള ഉപേക്ഷ മാത്രമേ ഉള്ളൂ. സോ ഇമമേവ കായം പരിശുദ്ധേന ചേതസ പരിയോദാതേന ഫരിത്വാ നിസിന്നോ ഹോതി. അപ്പോൾ അവർ അവരുടെ ശരീരത്തെ പരിശുദ്ധമായിട്ടുള്ള ഈ ചേതസ്സിനാൽ, ഈ ചിത്തത്താൽ അതിനെ നിറച്ചുകൊണ്ട്, ഉജ്ജ്വലമായിട്ടുള്ള ഈ ചിത്തത്താൽ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നു. അവരുടെ ശരീരത്തിൽ ഒരു ഭാഗത്തും ഈ പരിശുദ്ധമായിട്ടുള്ള ചിത്തം എത്താത്തതായിട്ട് ഇല്ല, ഉജ്ജ്വലമായിട്ടുള്ള ചിത്തം എത്താത്തതായിട്ട് ഇല്ല. ഈ 4 ധ്യാനങ്ങളെപ്പറ്റി നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇത് പഠിക്കാനായിട്ട് ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അവിടെ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ട്വിം മെഡിറ്റേഷൻ, ട്രയാങ്കിൾ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന മെഡിറ്റേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സമതാ വിപശ്യന ധ്യാനം എന്ന ആ ധ്യാനം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബിൽ പോകാവുന്നതാണ്. അതിൻ്റെ പേര് ട്വിം മലയാളം, TWIM മലയാളം. ഇങ്ങനെയൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മുഴുവൻ മലയാള പരിഭാഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ 4ാമത്തെ ധ്യാനത്തിൻ്റെ ഉദാഹരണം ഭഗവാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ശരീരം മുഴുവൻ വെള്ള നിറമുള്ളൊരു തുണി കൊണ്ട് പുതച്ച് ഇരിക്കുകയാണ് എന്ന് കരുതുക. അവൻ്റെ ശരീരത്തിലെ ഒരു സ്ഥലവും ആ വെള്ളം നിറമുള്ള തുണി മൂടാത്തതായിട്ട് ഇല്ല. അതുപോലെ തന്നെ അവർ തൻ്റെ ശരീരത്തെ ആ ശുദ്ധമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മനസ്സുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ പരിശുദ്ധമായിട്ടുള്ള മനസ്സ്, ഉജ്ജ്വലമായിട്ടുള്ള മനസ്സ് എത്താത്ത ഒരു സ്ഥലവും അവൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. അങ്ങനെ ആ ഭിക്ഷു തൻ്റെ മനസ്സിനെ ഈ തരത്തിലുള്ള സമാധിയിൽ നിർത്തുന്ന സമയത്ത് അത് പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. ആ മനസ്സിനെ അവർ പൂർവ്വജന്മങ്ങൾ ഓർക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് 4ാമത്തെ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പൂർവ്വജന്മങ്ങൾ ഓർക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അവർ പലതരത്തിലുള്ള തൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർക്കുന്നു, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളോടുകൂടി ഓർക്കുന്നു. അതായത് 1 ജന്മം, 2 ജന്മം, 10 ജന്മം, 1000 ജന്മം, 1,00,000 ജന്മം, ഇങ്ങനെ അവർ ഓർത്തെടുക്കുന്നു. ഈ ഓരോ ജന്മത്തിലും അവരുടെ കുലം എന്തായിരുന്നു അവരുടെ വേഷം, ഭക്ഷണം എന്തായിരുന്നു, എങ്ങനെയാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ പോവുകയാണ് എന്ന് കരുതുക. എന്നിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എൻ്റെ ഗ്രാമം വിട്ട്, എൻ്റെ വീട് വിട്ട് ഇന്ന ഗ്രാമത്തിൽ പോയി. അവിടെ ഞാൻ അങ്ങനെയാണ് നിന്നത്, ഇങ്ങനെയാണ് ഇരുന്നത്, ഇങ്ങനെയാണ് സംസാരിച്ചത്, ഇങ്ങനെയാണ് മൗനമായിരുന്നത്. അതിനുശേഷം ആ ഗ്രാമത്തിൽ നിന്ന് ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ പോയി. അവിടെയും ഞാൻ ഇങ്ങനെയാണ് നിന്നത്, ഇങ്ങനെയാണ് ഇരുന്നത്, ഇങ്ങനെയാണ് സംസാരിച്ചത്, ഇങ്ങനെയാണ് മൗനമായിട്ടിരുന്നത്. അതിനുശേഷം ഞാൻ ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ച് എൻ്റെ ഗ്രാമത്തിൽ വന്നു. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ പലതരം പൂർവ്വജന്മങ്ങളെ എല്ലാം ഓർത്തെടുക്കുന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി ആ വ്യക്തി ഓർത്തെടുക്കുന്നു. അവരുടെ മനസ്സ് ഇത്തരം സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്, അനക്കമില്ലാത്തതാണ്, നേരെയുള്ളതാണ്. അവർ ആ മനസ്സിനെ പ്രാണികളുടെ ജനന മരണത്തിലേക്ക്, അതിൻ്റെ ജ്ഞാനത്തിലേക്ക്,
അതിനെ ഏർപ്പെടുത്തുന്നു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ആ പരിശുദ്ധമായിട്ടുള്ള ദിവ്യദൃഷ്ടി കൊണ്ട് അവർ പ്രാണികൾ ജനിക്കുന്നതും മരിക്കുന്നതും കാണുന്നു. ഉയർന്ന കുലത്തിൽ താഴ്ന്ന കുലത്തിൽ, സുന്ദരരായിട്ട് അസുന്ദരരായിട്ട്, നല്ലയിടത്ത് ചീത്തയിടത്ത്, ആ ഓരോ പ്രാണികളും അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നു എന്ന് അവർ സ്വന്തം ദർശനത്താൽ കാണുന്നു. ഉദാഹരണമായിട്ട് 2 വീടുകൾ ഉണ്ട് എന്ന് കരുതുക. അത് 2 വീടിനും വാതിലുകൾ ഉണ്ട് എന്ന് കരുതുക. ആ വീടുകൾക്കിടയ്ക്ക് കണ്ണിന് നല്ല കാഴ്ചയുള്ളൊരു വ്യക്തി നിൽക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തിക്ക് ആ 2 വീടിലും ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും കാണാൻ സാധിക്കും. ആ വീടിന് ചുറ്റും ആൾക്കാർ നടക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മനുഷ്യർക്ക് അതീതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ ദൃഷ്ടി കൊണ്ട് ആ വ്യക്തിക്ക് പ്രാണികൾ ജനിക്കുന്നതും മരിക്കുന്നതും കാണാൻ സാധിക്കും. ഉയർന്ന കുലത്തിലും താഴ്ന്ന കുലത്തിലും, സുന്ദരരായിട്ടും അസുന്ദരരായിട്ടും, നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും ആ പ്രാണികൾ അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് അവർ കാണുന്നു. അവരുടെ മനസ്സ് അത്തരം സമാധിയിൽ ഉള്ള സമയത്ത് അത് വളരെ പരിശുദ്ധമാണ്, ഉജ്ജ്വലമാണ്, കളങ്കമില്ലാത്തതാണ്, ദോഷമില്ലാത്തതാണ്, മൃദുവാണ്, ജോലി ചെയ്യിക്കാവുന്നതാണ്, നേരെയുള്ളതാണ്, അനക്കമില്ലാത്തതാണ്. അവർ ആസവക്ഷയം അറിയുന്നതിന് മനസ്സിനെ നിയോഗിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിലെ ആസവം അല്ലെങ്കിൽ കളങ്കം എത്രമാത്രം ക്ഷയിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോൾ സത്യമായിട്ട് അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. അതായത് അവർക്ക് നിർവ്വാണം കിട്ടി എന്നാണ് പറയുന്നത്. അവർ ശരിയായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഇത് ആസവമാണ്, ഇത് ആസവത്തിൻ്റെ സമുദയമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധമാണ്, ഇത് ആസവത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ്. ഇതിനെ ഇങ്ങനെ അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അവരുടെ ചിത്തം കാമാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, ഭവാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു, അവിദ്യാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. അതായത് അവർ അർഹന്തരായിട്ട് തീരുന്നു, പൂർണ്ണമുക്തരായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മുക്തരാകുന്ന സമയത്ത് അവർ മുക്തരായി എന്ന് അവർക്ക് അറിയുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ അറിയുന്നു: പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം അവസാനിച്ചു, എന്തൊന്ന് ചെയ്യണമോ അത് ചെയ്തു തീർത്തു, ഇനി ഒരിടത്തും എനിക്ക് പുനർജന്മം ഇല്ല. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ജലാശയം ഉണ്ട് എന്ന് കരുതുക. ആ ജലാശയത്തിൽ പരിശുദ്ധമായിട്ടുള്ള, ഒട്ടും തന്നെ കലക്കമില്ലാത്ത, നിശ്ചലമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള ജലമുണ്ട് എന്ന് കരുതുക. അതിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കണ്ണുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന ശംഖുകളെയും കല്ലുകളെയും മുത്തുകളെയും അതേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെയും നിൽക്കുന്ന മത്സ്യങ്ങളെയും എല്ലാം കാണാൻ സാധിക്കും. അവർ ഇങ്ങനെ കരുതുന്നു: ഈ ജലാശയം ശുദ്ധമാണ്, പരിശുദ്ധമാണ്, വ്യക്തമാണ്. ഇവിടെ ശംഖുകളുണ്ട്, മുത്തുകളുണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്, നീന്തുന്ന മത്സ്യക്കൂട്ടങ്ങളുണ്ട്, നിശ്ചലമായിരിക്കുന്ന മത്സ്യങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിലുള്ള വഴിയാണ്. അവർ മനസ്സിലാക്കുന്നു: എൻ്റെ പുനർജന്മം അവസാനിച്ചു, എന്തൊന്ന് ചെയ്യണമോ ചെയ്തു തീർത്തു, ഇനി ഒരിടത്തും എനിക്ക് ജന്മമില്ല, എൻ്റെ ബ്രഹ്മചര്യം അവസാനിച്ചു. ആ ഭിക്ഷുവിനെയാണ് ഞാൻ ശ്രമണൻ എന്ന് വിളിക്കുന്നത്, ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്, ജ്ഞാതകോ എന്ന് വിളിക്കുന്നത്, വേദകോ എന്ന് വിളിക്കുന്നത്, സ്വത്തിയോ എന്ന് വിളിക്കുന്നത്, അരിയോ എന്ന് വിളിക്കുന്നത്, അർഹം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഭിക്ഷുവിനുള്ള പല പര്യായ പദങ്ങളാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിന് ഓരോന്നിൻ്റെയും കാരണവും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷുവിനെ സമണൻ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? സമിതാസ ഹൊന്തി പാപക അകുശല ധമ്മ സംക്ലേശിക പോനഭവിക സദാര ദുഃഖവിഭാഗ ആയതിം ജാതി ജര മരണീയ. ആ ഭിക്ഷുവിൻ്റെ പാപക അകുശല ധമ്മങ്ങളെ സമീതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമാക്കി. ആ പാപക അകുശല കർമ്മങ്ങൾ കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും വീണ്ടും പുനർജന്മം തരുന്നതാണ്, കഷ്ടം തരുന്നതാണ്, ദുഃഖം തരുന്നതാണ്, ജാതി ജര മരണം ഇവ തരുന്നതാണ്. അങ്ങനെയാണ് ഒരു ഭിക്ഷുവിനെ സമണൻ എന്ന് വിളിക്കുന്നത്. അതായത് പാപക അകുശല ധർമ്മങ്ങളെ ശാന്തമാക്കുന്നുകൊണ്ട് സമണൻ എന്ന് വിളിക്കുന്നു. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു ഭിക്ഷുവിനെ ബ്രാഹ്മണോ എന്ന് വിളിക്കുന്നത്? ബ്രാഹ്മണൻ.
അത് ഇന്ന് കാണുന്ന ബ്രാഹ്മണരല്ല, അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തിയെയും ബ്രാഹ്മണൻ എന്ന് വിളിക്കും. ബാഹിദസ്സ ഹൊന്തി പാപക അകുശല ധമ്മ. ആ വ്യക്തി പാപക അകുശല ധർമ്മങ്ങളെ നീക്കം ചെയ്തു. അത് കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും വീണ്ടും പുനർജന്മം തരുന്നതാണ്, ദുഃഖം തരുന്നതാണ്, പ്രയാസം തരുന്നതാണ്, ജാതി ജര മരണം തരുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭിക്ഷുവിനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു ഭിക്ഷുവിനെ ജ്ഞാതകോ എന്ന് വിളിക്കുന്നത്? നാദസ ഹൊന്തി പാപക അകുശല ധമ്മ. നാദസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി ശുദ്ധമാക്കുക. അതായത് ആ പാപക അകുശല ധർമ്മങ്ങളെ കഴുകി ശുദ്ധമാക്കി. അത് കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും ജന്മം തരുന്നതാണ്, കഷ്ടം തരുന്നതാണ്, ദുഃഖം തരുന്നതാണ്, ജാതി ജര മരണം തരുന്നതാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ ജ്ഞാതകോ എന്ന് വിളിച്ചു. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു ഭിക്ഷുവിനെ വേദകു എന്ന് വിളിക്കുന്നത്? വിദിദാസ ഹൊന്തി പാപക അകുശല ധമ്മ. ആ വ്യക്തി പാപക അകുശല ധർമ്മങ്ങളെ അറിഞ്ഞു. അത് കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്, കഷ്ടം തരുന്നതാണ്, ദുഃഖവിഭാഗമാണ്, ജാതി ജര മരണം തരുന്നതാണ് എന്ന് ആ വ്യക്തി അതിനെ അറിഞ്ഞു. അതുകൊണ്ടാണ് ആ വ്യക്തിയെ വേദകു എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഒരു ഭിക്ഷുവിനെ എങ്ങനെയാണ് സ്വത്തിയോ എന്ന് വിളിക്കുന്നത്? അതായത് സാൻസ്ക്രിറ്റിലെ ശ്രോത്രീയൻ എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സ്വത്തിയൻ എന്ന് പറയുന്നത്. നിസ്സുദാസ ഹൊന്തി പാപക അകുശല ധമ്മ. അതായത് പാപക അകുശല ധർമ്മങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ചു. അത് കളങ്കം തരുന്നതാണ്, വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്, കഷ്ടം തരുന്നതാണ്, ദുഃഖവിഭാഗമാണ്, ജാതി ജര മരണം തരുന്നതാണ്. അതിനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് സ്വത്തിയൻ എന്ന് വിളിക്കുന്നു. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷുവിനെ എങ്ങനെയാണ് അരിയോ എന്ന് വിളിക്കുന്നത്? ആരകാസ ഹൊന്തി പാപക അകുശല ധമ്മ. അതായത് പാപക അകുശല ധർമ്മങ്ങളിൽ നിന്ന് ആ വ്യക്തി ദൂരെയായി, അതിനെ അകറ്റി നിർത്തി. അത് ദോഷമുണ്ടാക്കുന്നതാണ്, കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്, കഷ്ടം തരുന്നതാണ്, ദുഃഖവിഭാഗമാണ്, ജാതി ജര മരണം തരുന്നതാണ്. അതിനെ അകറ്റി നിർത്തിയതുകൊണ്ട് ആ ഭിക്ഷുവിനെ ആര്യൻ എന്ന് വിളിക്കുന്നു. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് ഒരു ഭിക്ഷു അർഹന്തൻ ആകുന്നത്? ആരകാസ ഹൊന്തി പാപക അകുശല ധമ്മ. അതായത് പാപക അകുശല ധർമ്മങ്ങളെ അകറ്റി നിർത്തുന്നു, ദൂരെ നിർത്തുന്നു. അത് കളങ്കമുണ്ടാക്കുന്നതാണ്, വീണ്ടും വീണ്ടും ജന്മം തരുന്നതാണ്, പ്രയാസമുണ്ടാക്കുന്നതാണ്, ദുഃഖമുണ്ടാക്കുന്നതാണ്, കഷ്ടമുണ്ടാക്കുന്നതാണ്, ജാതി ജര മരണം തരുന്നതാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ അർഹന്തൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തിൽ തൃപ്തരായി അതിനെ അനുമോദിച്ചു. മഹാ അസ്സപുര സൂക്തം നിഠിതം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ്. സാധാരണ ഭിക്ഷുക്കൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്നും തന്നെ അറിയില്ല. കാരണം അവർ സൂക്തങ്ങൾ പഠിച്ചിട്ടില്ല, ഭഗവാന്റെ വാണി അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ഭിക്ഷുവും വീണ്ടും വീണ്ടും കേട്ടിരിക്കേണ്ട ഒരു സൂക്തമാണ് ഇത്. അതുകൂടാതെ മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ സൂക്തത്തെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്രയധികം പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ്. അടുത്തതായിട്ട് ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ സൂക്തത്തിൽ വളരെയധികം വ്യക്തമാണ്. അതിനാൽ ഈ സൂക്തം നിങ്ങൾ തീർച്ചയായിട്ടും ഭിക്ഷുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുകൂടാതെ മുക്തിമാർഗത്തിൽ പോകുന്ന ഓരോ സാധകനും ഈ സൂക്തം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തിലെയും ദേവലോകത്തിലെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.